നിങ്ങൾ ഞാനെന്ന് ബോധ്യപ്പെടുന്നത് എന്തിനെയാണെന്നറിയാമോ? അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. നമുക്ക് നോക്കാം. Tangible self is the direct experience of body, mind, energy and awareness. സ്പർശനീയമായ ആത്മം. സ്പർശനീയ ആത്മം എന്നത് സത്യത്തിൽ എന്താണ്? എന്റെ ഞാൻ എന്ന അനുഭവം എങ്ങനെ രൂപപ്പെടുന്നു? സ്വാനുഭവത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കൊന്ന് അന്വേഷിച്ചു പോകാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ഞാൻ എന്നറിയപ്പെടുന്ന ആ ഒന്നുണ്ടല്ലോ, മൈസെൽഫ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒന്ന്, ആ മൈസെൽഫ് എന്ന് പറയുന്ന ഒന്ന് സത്യത്തിൽ എന്താണ്? നമ്മളിത് പറയുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു ഞാനുണ്ട്. ആ അറിയുന്ന ഞാൻ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഞാനല്ല, നമ്മൾ അനുഭവിച്ച ഞാനാണ്. നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന, അതാണ് സ്പർശനീയം എന്ന് പറയുന്നത്. ടാഞ്ചിബിൾ ആണ്, സ്പർശനീയമായ ഞാൻ. അത് നമുക്ക് സ്പർശിക്കാൻ കഴിയുന്നു, അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നേരിട്ട് ബോധ്യമാവണം നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ വർത്തമാന സ്ഥിതിക്ക് ബോധ്യമാകുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ, മൈസെൽഫ് എന്ന് നമ്മൾ നെഞ്ചിൽ കൈവച്ച് പറയില്ലേ, അത്. അപ്പൊ അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ ഭൗതികമായ ഒരു രൂപം. അതിന്റെ പ്രത്യേകത, നമുക്ക് കൈക്കും കാലിലും ശരീര അവയവങ്ങൾക്കുള്ള ശേഷികളുണ്ടല്ലോ, ഇതിനെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ചിത്രം വരയ്ക്കാൻ അറിയുന്നതാണെങ്കിൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയും എന്നുള്ള നമ്മളുടെ അനുഭവമുണ്ട്. എനിക്ക് ഉയരത്തിൽ കയറാൻ കഴിയുമെങ്കിൽ കയറാൻ കഴിയുമെന്നുള്ള അനുഭവമുണ്ട്. മല കയറാൻ കഴിയുമെങ്കിൽ അത് കഴിയുമെന്നുള്ള അനുഭവമുണ്ട്. നീന്താൻ കഴിയുമെങ്കിൽ അത് കഴിയുമെന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവം നമ്മുടെ ശരീരത്തിന്റെ ഭൗതികമായ ആ സാന്നിധ്യത്തെ കുറിച്ചുള്ള അനുഭവം, അതാണ് ടാഞ്ചിബിൾ ആയിട്ടുള്ള സ്വാനുഭവത്തിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഒന്നാണ്. നമുക്കറിയാം ജീവനുണ്ട്, ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിയാതെ വരുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം എന്നുള്ളത് എനിക്ക് കഴിയാതെ വരുന്നുണ്ട്. ഈ ജീവനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന പലതരം പ്രക്രിയകൾ, ജീവിത വ്യാപാരം. എനിക്ക് വിശക്കുന്നു, വിശക്കുന്നില്ല, ദാഹിക്കുന്നു, അല്ലെങ്കിൽ ഒരിടം വരെ പോകാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്ന നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിൻ്റെതായിട്ടുള്ള ഒരവസ്ഥ, ശരീരത്തിന്റെ ശേഷികളെ കുറിച്ചുള്ള അവസ്ഥ, ശരീരത്തിന്റെ ശേഷി കുറവുകളെ കുറിച്ചുള്ള അവസ്ഥ, ഇത് നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് എന്താ വെച്ചാല് നമ്മുടെ മനസ്സാണ്. നമ്മുടെ ചിന്തകളെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊന്നും ചിന്തകളെ അറിയില്ല, ചിന്തിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ, ചിന്തകളെ അറിയില്ല. സാധാരണ രീതിയിൽ ചിന്തിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ ചിന്തയെ അറിയുന്നു. ആ ചിന്ത എന്നുള്ളത്, വികാരം എന്നുള്ളത് മറ്റൊന്ന്. നമുക്ക് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന തയ്യാറെടുപ്പുകൾ, നിസ്സഹകരണങ്ങൾ അല്ലെങ്കിൽ സഹകരണങ്ങൾ, ശരീരം എടുക്കുന്ന ചില തീരുമാനങ്ങളെ നമ്മൾ അറിയുകയും, നമ്മുടെ ഫീലുകളെ, നമ്മുടെ തോന്നലുകളെ നമ്മൾ അറിയുകയും, നമുക്ക് എന്തു വേണം എന്തു വേണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന മനസ്സിന്റെ വികാരങ്ങളുടെ ഒരു തലം, അത് നമ്മൾ തൊട്ടറിയുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്, വികാരങ്ങൾ വരുന്നത് അറിയുന്നുണ്ട്, വികാരങ്ങൾ ഏറിപ്പോകുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, വികാരം കുറഞ്ഞു പോകുമ്പോൾ അറിയുന്നുണ്ട്. ഇത് നമ്മൾ അനുഭവിക്കുന്നതാണ്. മറ്റൊന്ന് ബോധം എന്നുള്ള ഒന്നാണ്. അതായത് വികാരങ്ങളെയും മനത്തെയും ഒക്കെ അറിയുന്ന അകത്താണെങ്കിൽ എന്റെ ചുറ്റും എന്ത് നടക്കുന്നു, എന്താണ് എന്റെ ലോകം, എന്റെ പരിസരം എന്താണ് എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
ഞാൻ സാമ്പത്തികമായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്ന ദ്രവ്യമുണ്ട്, ദ്രവ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന പരിസരത്താണ്, ഇന്നതിനടുത്താണ്, ഇന്നതിന് ദൂരെയാണ്. എന്റെ ജീവിത വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് എങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നു, ഇതിനെ ഞാൻ അറിയുന്നുണ്ട്. അറിയാതെ പോകൽ നമ്മൾ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയും നമ്മൾ തൊട്ടറിയുന്നതാണ്. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനെയെല്ലാം ചലിപ്പിക്കുന്ന നമ്മുടെ ഒരു ശക്തിയുണ്ട്, ശേഷിയുണ്ട്. അത് ആരോഗ്യം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ആർജവങ്ങള്, നമ്മുടെ വിരോധങ്ങള്, നമ്മുടെ എന്താ പറയുക, താല്പര്യങ്ങള്, നമ്മുടെ പ്രതീക്ഷകള്, പ്രത്യാശകള്, പ്രതീക്ഷാഭംഗങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇത് അനുഭവിക്കുന്ന ശക്തിവിശേഷമാണ്. നമ്മുടെ ചൈതന്യത്തെ നമ്മൾ അറിയുന്നുണ്ട്, ആ ശക്തിവിശേഷത്തെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ തൊട്ടറിയുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള ശരീരത്തെ അറിയുന്നു, അതിനെ നിലനിർത്തുന്ന ജീവനെ അറിയുന്നു, അതിനെ ചാലനം ചെയ്യുന്ന ചിന്തകളെ അറിയുന്നു, അതിനെ എന്താ പറയുക, പ്രവർത്തിപ്പിക്കുന്ന ഏത് പരിസരത്ത് എത്രത്തോളം വേണമെന്നറിയുന്ന ബോധത്തെ, അവബോധത്തെ നമ്മൾ അറിയുന്നു, അതിനെ ചലിപ്പിക്കുന്ന ശക്തികളെ അറിയുന്നു. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഞാൻ, സ്പർശനീയമായ ഞാൻ എന്നുള്ളത്. ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ എന്നുള്ള ആ മൈസെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇതാണ് ഞാൻ എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ വ്യക്തിത്വം എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പൊ അതിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. നമ്മൾ അനുഭവിച്ചാണ്, തെളിവുണ്ട്, നമുക്ക് ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയുന്നുണ്ട്. ഇപ്പൊ ഒരാൾ നമ്മളെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നല്ല തളർച്ച തോന്നുകയാണ്. പക്ഷെ കാണുന്നവർക്ക് നമ്മൾ വളരെ ഉഷിരുള്ളതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് അവർ പറയാണ് നമുക്ക് ആ മലയിൽ കയറാം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വരുന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ അകത്ത് ഒരു ക്ഷീണമുണ്ട്, നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഈ തീരുമാനം എടുക്കുന്നത് ആരാണ്? എന്നെ അറിയുന്ന, എന്റെ ഭൗതികമായ അവസ്ഥയെ അറിയുന്ന ഞാനാണ്. ഇതെനിക്ക് എവിഡന്റ് ആണ്, തെളിവുള്ളതാണ്, സ്പർശനീയമാണ്, ടാഞ്ചിബിൾ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഞാനെന്ന് മനസ്സിലാക്കുന്നത്. അതാണ് സത്യത്തിൽ എന്റെ ഞാൻ എന്ന അനുഭവം. നമ്മൾക്ക് സ്വയം എത്താൻ പറ്റുന്നത്, നമ്മളെ ജീവിതത്തിൽ ചിന്തയിലൂടെ പോകുന്ന സമയത്ത്, നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് സ്വയം തിരിച്ചറിഞ്ഞ് എത്താൻ പറ്റുന്ന പ്രാഥമികമായിട്ടുള്ള തലം ഇതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഞാൻ എന്നുള്ള ഒരു അവസ്ഥയുടെ മുഴുവനായിട്ടുള്ള രൂപമല്ല. എന്റെ ഭാവി എനിക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല, ഇല്ലേ? എന്തുകൊണ്ടാ? എന്റെ ഭാവി എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാനാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. കാരണം നമ്മൾ ഈ അനുഭവിച്ച സാധനത്തിൽ അതൊന്നുമില്ല. ഈ ഭൗതികമായ കാര്യത്തിൽ എങ്ങോട്ടേക്കെന്ന്, എവിടെ നിന്ന് എന്ന്, എന്തുകൊണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഭഗവാനെ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തോന്നുന്നത്? ചില ഭാഗ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് തേടി വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, അയ്യോ എനിക്കത് ഭാഗ്യം വന്നു ചേർന്നു, എനിക്കെന്താണ് കിട്ടാൻ എന്ന് നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയാത്ത ഒരു ഞാൻ അപ്പുറത്തുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. പക്ഷെ നമുക്ക് അറിയുന്ന ഞാൻ എന്ന് പറയുന്ന ഈ ഭൗതികമായിട്ടുള്ള ഈ അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ എന്നുള്ളതിന്റെ ആ പ്രാഥമിക മാനകം അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള രൂപം, ഷേപ്പിന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ടാഞ്ചിബിൾ ഞാൻ എന്ന് പറയുന്നത് നമുക്കറിയുന്ന, തൊട്ടറിയുന്ന ഞാനാണ്. അതിനെ മൈസെൽഫ് എന്ന് പറയും. ഇവിടെ നിന്നാണ് ഈ ആത്മയാനത്തിന്റെ യാത്ര തുടങ്ങുന്നത്, നമുക്ക് അനുഭവവേദ്യമായ ഞാനിൽ നിന്ന്. അത് പറഞ്ഞു, ഭൗതികമായ ശരീരം, അതിനെ നിലനിർത്തുന്ന ജീവൻ, അതിനെ ചലിപ്പിക്കുന്ന മനസ്സ്, അത് എവിടെയാണെന്ന് സ്പേസ് ചെയ്യുന്ന ബോധം, അതിനെയെല്ലാം ചലിപ്പിക്കുന്ന ശക്തി, ഇവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. ഇത് നമ്മളെ കോസ്മിക് പെന്റാക്കിളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റും. അപ്പൊ ഇവയും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്തോ, ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന മൈസെൽഫ് എന്നുള്ളൊരവസ്ഥ. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി യാത്ര പോകേണ്ടത്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നു നമ്മൾ അറിയണ്ടേ? ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ആത്മയാനത്തിന്റെ യാത്ര ഈ സ്പർശനീയമായ ഞാനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനി ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോ ഞാനിന്റെ വ്യാപ്തിയെ നമുക്ക് കുറച്ചുകൂടി വിപുലപ്പെട്ട് ഇനി വരും ദിവസങ്ങളെ മനസ്സിലാക്കാം. അതുവരേക്കും നിങ്ങൾ മനസ്സിലാക്കി വെച്ച ഞാൻ എന്തെന്ന് നിരീക്ഷിക്കുക കൃത്യമായിട്ട്.
ആ സ്പർശനീയമായ ഞാനിന്റെ മാനങ്ങൾ എത്രത്തോളം, ഞാൻ ഈ പറഞ്ഞത്രയുമാണോ, അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളെ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ആ ബോധ്യവുമായിട്ട് നമുക്ക് തുടർ യാത്ര ചെയ്യാം ഇനി വരും ദിവസങ്ങളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.